Good morning friends, it's me Simon, YouTube channel Simon Varghese, Instagram and Facebook. Welcomes you all. ഒന്ന് കിട്ടിയില്ല, ഒന്ന് കാണണം. ഇത് കണ്ടോ, ആയിരക്കണക്കിന് ദേശാടന പക്ഷികൾ ഇങ്ങനെ ആടിപ്പാടി തിമിർത്ത് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത് വൈറ്റാണ്, ബ്ലാക്കിൻ്റെ ഒരു കളയും കൂടെ ഉണ്ട്. അത് അറൗണ്ട് മോർ ദാൻ 1000. അതെല്ലാം ഭയങ്കര രസമായിട്ട് കണ്ടോ. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്ത് എൻ്റെ മുമ്പിലും പുറകിലായിട്ട് ഇങ്ങനെ അനുധാവനം ചെയ്യും. എൻ്റെ എക്സസൈസൊക്കെ കണ്ടു പഠിക്കുന്നുണ്ട്. ഇങ്ങനെ സാക്കൂതം നോക്കും, ഞാൻ ചെയ്യുന്നതല്ല. ഓക്കെ പ്രിയമുള്ളവരെ, അപ്പം നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന 1-2 വിഷയം ആണ്. അതിന് മുമ്പ് ഒരു ചെറിയ തമാശ പറയട്ടെ. ഇന്നലെ എക്സസൈസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പം 2-3 പ്രമുഖന്മാർ എൻ്റെ വീട്ടിലുണ്ട്. ഒന്നൊരു ബി ശശികുമാർ, നമ്മുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയാണ്, CPIM-ൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. പുക്കാസ്, അദ്ദേഹം അതിലെല്ലാം ഉപരി അദ്ദേഹമൊപ്പം തന്നെ അദ്ദേഹം ഒരു കവിയും കലാകാരനുമൊക്കെയാണ്. പുക്കാസായുടെയൊക്കെ വലിയ നേതാവാണ്. ഞങ്ങളുടെ അയൽവക്കമാണ്, എൻ്റെ ഒരു സ്നേഹിതനാണ്. പിന്നെ നമ്മുടെ PP ജോയി, പുള്ളി ലോക്കൽ സെക്രട്ടറി. ഇപ്പം ലോക്കൽ സെക്രട്ടറി ആണെന്ന് എനിക്കറിയില്ല, നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ പുള്ളി ഏരിയ കമ്മിറ്റി മെമ്പറാണെന്ന് അറിയാം. പിന്നെ നമ്മുടെ ജെയിംസ് പുല്ലംപറമ്പിൽ, അദ്ദേഹം നമുക്കറിയാം, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആളല്ലേ. ഇവിടെ ഈ ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. എന്നാൽ വലിയ ബോസ്റ്റിംഗ് ഒന്നുമില്ല. മിടുക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇനി മറ്റുള്ളവരുടെ ആയിരിക്കും അറിഞ്ഞൂടെ, എനിക്ക് വലിയ ഇഷ്ടമാണ്. ഒരു ഷീറ്റിലെ ഗതിയിലെന്ന് പറയാൻ ഓടിച്ചത് കത്തിക്കുക, ഇവിടെയുള്ള കാര്യങ്ങളിൽ ഇടപെടുക. നമ്മളൊരു കാര്യം പറഞ്ഞാൽ ആ ഗൗരവത്തോടെ ആ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുക. അങ്ങനെ ഉള്ള ഒരു മിടുക്കനാണ്. ഇവർ 3 എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ വൈഫിനെ ആലിച്ചനെ അവർ ചാക്കിട്ട് വെച്ചിരിക്കുക. ചാക്കിട്ടല്ല, പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ദേശാഭിമാനി പത്രം ഏറ്റവും വലിയ കാണുന്ന ഇഷ്ടമെന്ന് പറയുകയാണെന്ന് പറഞ്ഞു. ഞാൻ ദേശാഭിമാനിയൊക്കെ വായിക്കുന്ന ആളാണ്, വീട്ടിലില്ലെങ്കിലും. അപ്പം 1 മാസം ഇടാമെന്ന് പുള്ളിക്കാർ സമ്മതിച്ചു. അത് അവർ പറഞ്ഞു 1 വർഷമാക്കി ഫോട്ടോയും എടുത്ത്. ദേശാഭിമാനി വരുത്തത് വലിയൊരു കാര്യമായിട്ടല്ലേ ഞാൻ പറയുന്നത്. എന്നാലും എൻ്റെ ഭാര്യയെ ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത് എടുപ്പിച്ചത് എനിക്ക് സന്തോഷം, അനൽപമായ സന്തോഷം തോന്നി. അതുകൊണ്ട് നിങ്ങളാരും വിചാരിക്കണം ഞാൻ വലിയ കമ്മ്യൂണിസ്റ്റാണ്. ഞാനൊരു സോഷ്യലിസ്റ്റാണ്. CPIM-ൻ്റെ മെമ്പർഷിപ്പ് ഒന്നുമുള്ള ആളല്ല ഞാൻ. കാണുമ്പോൾ കാര്യങ്ങൾ നല്ലത് കാണുമ്പോൾ പറയും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെപ്പറ്റി എനിക്ക് ഒത്തിരി പറയാനുണ്ട്, ആ കുടുംബത്തെപ്പറ്റി പറയാനുണ്ട്, കോൺഗ്രസിനെ പറ്റി പറയാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ CPM-നെ ഇഷ്ടമാണ്, LDF-നെ ഇഷ്ടമാണ്. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെ ഭയങ്കര ഇഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ. അതുപോലെ മന്ത്രി, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ നമ്മുടെ ശിവൻകുട്ടി സാറ്, അതുപോലെ ഇപ്പോൾ ദേവസ്വം മിനിസ്റ്റർ മിടുക്കാനല്ലേ, എനിക്കിഷ്ടമാണ്. കഴിവുള്ളവരെ നമ്മൾ അംഗീകരിക്കും. അതുപോലെ തന്നെ രാജേഷുണ്ട്, രാജീവുണ്ട്, അതൊക്കെ പറയരുത്. ആളൊക്കെ രാജീവ് ഒരു അസാധ്യമായ കഴിവുള്ള മനുഷ്യനാണ്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടില്ലെന്നല്ല. പക്ഷേ നമ്മൾ ആ ഗവൺമെൻറ്റിൻ്റെ നന്മകളെപ്പറ്റി പറയുമ്പം ഞാനൊരു പാർട്ടിക്കാരനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഇത് പറയുന്നത്. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ദേശാഭിമാനി എൻ്റെ വീട്ടിൽ വരുത്തിയെന്ന് പറയും, എനിക്ക് അതിൽ സങ്കടവും കൊണ്ട് തോന്നില്ല. അതായത് നിങ്ങൾ അറിയണമല്ലോ, നമ്മുടെ ദേശാഭിമാനി വായിക്കുന്ന, ഞാൻ മനോരമയും മാതൃഭൂമിയും ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസ്സൊക്കെ വായിക്കുന്ന ആളാണ്. നല്ല റീഡിംഗ് ഉണ്ട്, എങ്കിലേ ഈ ഫീൽഡിൽ നിന്ന് പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. മോറോവർ റിസർച്ചും സ്റ്റഡീസും ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ദേശാഭിമാനിയും വായിച്ചുകൊണ്ട്, എന്തിനാ BJPയുടെ ഒരു പത്രമുണ്ടല്ലോ, അതും വായിക്കുന്നുണ്ട്. ജന്മഭൂമിയാണെന്ന് തോന്നുന്നു, അതും വായിക്കുന്നുണ്ട്. കാഷ്വലി ഒത്തിരി വായിക്കാമെന്നല്ല, കാഷ്വൽ ലുക്ക്. ആളെ സഡൻ അത്രേ ഉള്ളൂ, ഓടിച്ചു വിടും. എല്ലാം എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ്. എനിഹൗ പ്രിയമുള്ളവർ, അങ്ങനെ എൻ്റെ വീട്ടിലും അവർ ദേശാഭിമാനി ഇടുമെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. ഇട്ടിട്ടില്ല, ഇടും. ഞാനിതിങ്ങനെ മുൻകൂട്ടി പറയുന്നത്, പലർക്കും ഒരു വിചാരമുണ്ട് ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് തോന്നിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റായിട്ടല്ല, ഇത്ര സൂപ്പറായിട്ടൊരു ഭരണം നടക്കുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റുമോ? നോക്കിക്കണ്ട് അടുത്ത് നിൽക്കുന്ന ആളെന്ന്. കാരണം ഗവൺമെൻറ്റിങ്ങിൻ്റെ പല മെസ്സേജസും എനിക്ക് ലഭിക്കുന്നുണ്ട്.
ഞാനൊരു ഗവൺമെൻറ് ഓഫീസറാണല്ലോ, അപ്പോൾ എനിക്ക് അതിൻ്റെ ടാക്കിൾ ചെയ്യാൻ അറിയാം. ഹൗ ക്യാൻ ഐ ഫൈൻഡ് ഔട്ട് ദി വെരി ഡൂയിങ്സ് ഓഫ് ദി ലീഡേഴ്സ് ഓഫ് ദി ഗവൺമെൻറ്റിങ് ദാറ്റ് ഐ ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട്. അതുകൊണ്ടാണ് ഞാനിത് മനസ്സിലാക്കുകയും പറയുകയും ചെയ്യുന്നത്. ഇത്രയും സ്പീഡി ആക്ഷൻ വരുന്നത്. അപ്പം പല കാര്യങ്ങളും ചെയ്യുമ്പം ഇപ്പം തന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് വിദേശത്ത് പോകാനുള്ള അനുമതി നിഷേധിക്കുമ്പോൾ അതിനെ എങ്ങനെ ലൂപ്പ് ചെയ്യാമെന്നുള്ള ബുദ്ധി നമ്മൾക്കുണ്ട്. അത് കൈകാര്യം ചെയ്ത് അദ്ദേഹം പോവുകയാണ്, യാത്ര പോവുക. കേന്ദ്ര ഗവൺമെൻറ് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് അനുവദിച്ചില്ലെങ്കിൽ, ഗുഡ് മോർണിംഗ്, ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് അനുവദിച്ചില്ലെങ്കിലും അദ്ദേഹം പോവുകയാണ്. പോകണമെന്ന് വെച്ചാൽ പോയിരിക്കും. അതാണ് നമ്മുടെ ഡബിൾ ചങ്ങൻ്റെ കാര്യം. എല്ലാവരും കളിയാക്കാൻ ഡബിൾ ചങ്ങ എനിക്കിഷ്ടമാണ് കേട്ടോ, മിടുക്കൻ അദ്ദേഹം. ഞാൻ ചിലപ്പോൾ ഞാനൊരു കാത്തലിക്കാണ്, ഞങ്ങൾ ദൈവത്തെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളാണ്. ജീസസിന് ഇഷ്ടമില്ലാതെ ഈശോ പറയാത്ത കാര്യം നമ്മൾ ചെയ്യത്തില്ല, അങ്ങനെ ജീവിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ഓർക്കുക പലപ്പോഴും ഞങ്ങളെക്കാൾ കഠിനമായി അതൊക്കെ ചെയ്യുന്ന ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ഒരു വിശ്വാസിയാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യാനിയാവുന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. കാരണം പാവപ്പെട്ടവരുള്ള കരുണ, സാധാരണക്കാരനുള്ള ഒരു വീക്ഷണം, തൻ്റെ പാർട്ടിക്കാരാണോ മറ്റു പാർട്ടിക്കാരനാണോ നോക്കാതെ നീതി ന്യായം നടപ്പാക്കാനുള്ള ആ വ്യഗ്രത, ഇതെല്ലാം കാണിക്കുന്നത് അദ്ദേഹത്തിലെ മനുഷ്യനെയാണ്. അപ്പം സ്വന്തം കുടുംബത്തിലുള്ളവർ എൻ്റെയും എൻ്റെ കുടുംബത്തെയും മാത്രം ഞാൻ സ്നേഹിക്കുകയുള്ളെങ്കിൽ നീ സ്വർഗത്തിൻ്റെ അടുത്തൂടെ പോവുകയല്ലെന്നാണ് ക്രിസ്തു ഞങ്ങളെ പഠിപ്പിക്കുന്നത്. നാമും ജീവിക്കണം, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ ജീവിക്കണം, നാമും ജീവിക്കണം, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കണം. അപ്പം ശ്രീനാരായണ ഗുരു ദേവൻ പറഞ്ഞിട്ടില്ലേ, നിനക്ക് സന്തോഷമായ കാര്യം ചെയ്യും, മറ്റുള്ളവനത് സന്താപമാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഗുരുദേവൻ, ഗുഡ് മോർണിംഗ്, ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പിണറായി വിജയൻ സാറ് ഇതുപോലെ ലോകത്തൊക്കെ വലിയ സംഭവം നടന്നിട്ടുണ്ട്. വലിയ വലിയ ആളുകൾ പിന്നീട് വിശ്വാസത്തിലോട്ടൊക്കെ വന്നു. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു നല്ല ക്രിസ്ത്യാനിയാകും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. മിടുക്കണം. അദ്ദേഹം ഒരു സന്യാസിയെ പോലെ ജീവിക്കുന്നത്. വീടുകളിൽ അത്യാഡംബരമായ ജീവിതമില്ല, അത്യാഡംബരമായി അതിഥികളെ സൽക്കരിക്കത്തില്ല, അല്ലെ അവരുടെ കൂടെ ക്ലബ്ബുകളിലോ ഒന്നും പോകാറില്ല. ഗസ്റ്റ് ഹൗസിൽ വലിയ മുന്തിയ ആശാന്മാരെ വിളിച്ചിരുത്തി സംസാരിച്ച് കോടികൾ മേടിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം. ഇനിയിപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എന്നെപ്പറ്റിയാണേലും നിങ്ങളെപ്പറ്റിയാണേലും മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പം. ഒരാപ്പ് മതി, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്പിൽ നിങ്ങളുടെ ഡൂയിങ്സും നിങ്ങളുടെ ഹിസ്റ്ററിയും എല്ലാം കൂടി കൊടുത്ത് നിങ്ങളെവിടെ ദൈനംദിനം പോകുന്നത്, നിങ്ങളാരെയെ കാണുന്നതെന്ന് കൊടുത്താൽ ഈ ആശാൻ അത് പഠിച്ച് അപഗ്രഥിച്ച് നിങ്ങളുടെ വീക്ക്നെസ്സും നിങ്ങളുടെ പോസിറ്റീവും പറയും. ആ കാലഘട്ടത്തിൽ ഇനി അഴിമതി ചെയ്യാമെന്നൊന്നും ആരും ഓർത്ത് പൊളിറ്റിക്സിലും വരണ്ട, പൊതുസമൂഹത്തിൽ നിൽക്കുകയും വേണ്ട. കാരണം വി ക്യാൻ ഈസിലി പിക്ക് ഔട്ട് ദാറ്റ് കൾപ്രിറ്റ്സ്. അതാണ് എൻ്റെ സിസ്റ്റം മാറിപ്പോയി. അപ്പം യെസ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ വളരെ ബദ്ധശ്രദ്ധരായിരിക്കണം. അഴിമതി ചെയ്താൽ പിടിക്കപ്പെടുമെന്നുള്ള കാര്യം യാതൊരു സംശയം വേണ്ട. നിങ്ങൾ എത്ര കഴിവുള്ളവനാണേലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിലും കഴിവുള്ള ആളാണ്. എന്നെപ്പറ്റി സൈമൺ വർഗീസിനെ പറ്റി അങ്ങോട്ട് കൊടുത്താൽ എൻ്റെ ഡൂയിങ്സ്, ഞാനതൊക്കെ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ചിങ്ങവനം പബ്ലിക് ലൈബ്രറിയുടെ വൈസ് പ്രസിഡൻ്റാണ്, ചിങ്ങവനം YMCA ബോർഡ് മെമ്പറാണ്, പെൻഷനേഴ്സ് യൂണിയൻ്റെ ഒരു പഞ്ചായത്ത് തല വൈസ് പ്രസിഡൻ്റാണ്, ടൗൺ കമ്മിറ്റി മെമ്പറാണ്, പള്ളിയിലാണെങ്കിൽ എൽഡേഴ്സ് ഫോറത്തിൻ്റെ പ്രസിഡൻ്റാണ്, കൈക്കാരനാണ്, വാർഡിൽ, ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് അങ്ങ് കൊടുത്തിട്ട് എൻ്റെ ഡൂയിങ്സ് കൊടുത്താൽ അതിങ്ങനെ പഠിച്ച് നിരീക്ഷിച്ച് കവർ ചെയ്ത് നമ്മളെപ്പറ്റി ഒരു അഭിപ്രായം പറയും. അതിപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പറ്റിയാണെങ്കിലും ഏതൊരു മന്ത്രിയെ പറ്റിയാണെങ്കിലും നമ്മുടെ വെൽത്തും സോഴ്സും എല്ലാം കൊണ്ട് കൃത്യമായിട്ട് അക്കൗണ്ടിലൂടെ കൊടുത്താൽ അതുവരെ പറഞ്ഞു കളയും. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നതെന്നുള്ളതുകൊണ്ട് നമ്മൾ ബദ്ധശ്രദ്ധരായിട്ട് ജീവിക്കണം. സമൂഹത്തെ കൂടെ പിടിച്ച് ജീവിക്കണം. ഒറ്റപ്പെട്ട് പോകാൻ പാടില്ല. നമ്മുടെ അതിഥി തൊഴിലാളികളാണ് പോകുന്നത്. വി വെൽക്കം യു സർ. ഇത് ചാനലാണ്. വി ആർ ഷൂട്ടിംഗ് അബൌട്ട് യു. വി ആർ സോ ഗ്രേറ്റ്ഫുൾ ടു യു. Our people. और भाई टका लाइक कर दियो, शेयर करिए दियो. लाइक जस्ट. Okay, you are so happy to meet you. Okay. Hello. Yes. നമ്മുടെ സഹകരണപരമായിട്ട് സംസാരിക്കാൻ അവർ ഹാപ്പിയാണ്. കാരണം നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒറ്റ രാജ്യമല്ലേ. വി ആർ വൺ ആൻഡ് വി ആർ വൺ അമംഗ് ഈക്വൽസ്. പണ്ട് മാണി സാർ നിയമസഭയെ മുഖ്യമന്ത്രിയായിട്ട് ദേഷ്യപ്പെട്ട മന്ത്രിയാണ് പറഞ്ഞതാണ്. വി ആർ വൺ അമംഗ് ഈക്വൽസ് അല്ലേ, പ്രശസ്തമായൊരു വാക്ക്. നമ്മളെ
വി ആർ വൺ അമംഗ് ഈക്വൽസ് അല്ലേ? ഓക്കെ. അപ്പം പ്രിയമുള്ളവർ, നമ്മുടെ നാടിനെ സ്നേഹിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ബി പോസിറ്റീവ്, കീപ്പ് യുവർ ഹെൽത്ത് വെൽ, യു മസ്റ്റ് ഡു സം എക്സസൈസ്, യു മസ്റ്റ് ഡു സം വോക്ക് ആൻഡ് ഓൾസോ യു കൺട്രോൾ യുവർ ഫുഡ്. ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ അധികം ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. കഴിക്കുന്ന ഭക്ഷണം ന്യൂട്രീഷനാണോ ശ്രദ്ധിക്കണം. യു മസ്റ്റ് ഈറ്റ് സം ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് അങ്ങനെയെല്ലാം കഴിക്കണം. അല്പം മുട്ട, ഇപ്പോൾ ഏറ്റവും പുതിയ ഫൈൻഡിങ് വന്നാൽ 4 മുട്ട വരെ ദിവസം കഴിക്കുക. അറ്റ്ലീസ്റ്റ് 2 മുട്ടയെങ്കിലും രാവിലെ വൈകിട്ടുമായിട്ട് കഴിച്ചാൽ നന്നായിരിക്കും. മുട്ടയ്ക്കകത്ത് ഷുഗർ, ഇത് കാർബോഹൈഡ്രേറ്റ് ഇല്ല പോലും. അപ്പം അങ്ങനെ ഒരു 4-5 ഫുഡിനെ പറ്റി ഇത് വായിച്ചു ഞാൻ. അപ്പം മുട്ട, നെയ്യ്, തൈര്, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. കോഴിയിറച്ചി, അതുപോലെ അങ്ങനെ കുറേ സാധനങ്ങൾ. അതിനകത്തൊന്നും കോഴിയിറച്ചി അങ്ങനെയുള്ളതിനകത്തൊന്നും ഇതില്ല, കാർബോഹൈഡ്രേറ്റ് ഇല്ല പോലും. നമുക്ക് ശ്രദ്ധിക്കാം, എന്തായാലും ഫുഡ് ശ്രദ്ധിക്കണം, അധികം കഴിക്കരുത്. കല്യാണത്തൊക്കെ പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കല്യാണം നമ്മൾ കുറച്ചേ കഴിക്കുന്നുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് അവർ തരുന്ന സന്തോഷം, നമ്മൾ കഴിക്കും നമ്മുടെ സന്തോഷം. അധികം വലിച്ചു വാരി തിന്നുകളയരുത്. അത് ഫുഡ് കൺട്രോൾ ചെയ്യുകയും നമ്മൾ മര്യാദയ്ക്ക് എക്സസൈസ് ചെയ്യുക, മര്യാദയ്ക്ക് നടക്കുകയും ചെയ്താൽ, ഒരല്പസ്വല്പം പ്രാർത്ഥനയും മനസ്സിനെയൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തിയ ഒരു രോഗവും നിങ്ങളെ അടിമപ്പെടുത്തത്തില്ല. ഞാൻ ഇപ്പോൾ രാവിലെ ചാടിത്തുള്ളി 10-15 എക്സസൈസൊക്കെ കഴിഞ്ഞായി നടന്നു വരുന്നത്. ഒരു യൗവനക്കാരനെ പോലെ തന്നെയാണ് ജീവിക്കുന്നത്. ഏത് കാര്യത്തിലും നമ്മൾ ഇച്ചിരി ഒതുങ്ങിക്കൊടുക്കും പിള്ളേരെ. എന്ന് വെച്ചാൽ യുവാക്കൾ വേണമല്ലോ മുന്നോട്ട് വരാനേ. റൂമ്പിൽ കിടന്ന് നമ്മൾ ഡാൻസ് ചെയ്യാറില്ല, പക്ഷെ അവരുടെ പിന്നിൽ കിടന്ന് നമ്മൾ ഡാൻസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ട് മാറി നിൽക്കുക. നമ്മൾ ഹെൽത്ത് വൈസ് എവരി ന്യൂ ക്യാൻ പോയിൻറ്റിൽ ഹെൽത്ത് വൈസിൽ നമ്മൾ 35-40 നിൽക്കുന്നത്. അങ്ങനെ നിൽക്കാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ. അപ്പം നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കാം, പോസിറ്റീവായിട്ടൊരു വൈബിൽ മുമ്പോട്ട് പോകാം. ഇത് ജനറൽ ടോക്കായിട്ട് കൂട്ടിയാൽ മതി, ഒരു പ്രത്യേക ഇൻറ്റൻഷനിൽ പറഞ്ഞതല്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ സമൂഹത്തെ സ്നേഹിക്കണം, കൂടെ പിടിക്കണം. ഞാനും എൻ്റെ ഭാര്യയും പരവനല്ല, തേങ്ങ ഇടാൻ പോകുന്ന ആളും മാത്രം പോരാ, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ഡ്രൈവർ മാത്രം പോരാ. നമ്മളെല്ലാവരും ചേരുന്ന സമൂഹമാണ് നമ്മുടെ കൂടെ വേണ്ടത്. അങ്ങനെയാണല്ലേ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകത്തുള്ളൂ, സൗഭാഗ്യം ഉണ്ടാകത്തുള്ളൂ. ഇപ്പം ഞാൻ നടക്കാൻ വന്നതിൽ ഹേമന്ത് സാറിനെ കണ്ടില്ലല്ലോ എന്ന് പറയുന്ന ആളുകളിവിടെ ഒത്തിരി പേരുണ്ട്. നമ്മൾ അവരെ അന്വേഷിക്കുന്നുണ്ട്, അവരെ കണ്ടില്ല ഞാനും ചോദിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളിയെ കാണുന്നത് എങ്ങനെയാണ്? നമ്മുടെ സ്വന്തം സഹോദരനെ പോലെയാണ്. കാരണം ഇതുപോലെ കുറേ സഹോദരന്മാർ ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ഉണ്ട്, നമ്മുടെ മലയാളി സഹോദരന്മാർ. അവരവിടെ ഇതുപോലെ ജോലി ചെയ്യാൻ പോകുന്ന പ്രവാസികൾ, അവർക്ക് സംബന്ധിച്ച്. പക്ഷെ നമ്മുടെ കഴിവുകൊണ്ട് നമ്മളവിടെ ചെന്ന് അവരുടെ കൂട്ടുകാരാകുന്നു, സ്നേഹിതരാകുന്നു, നമ്മളവരുടെ ക്ലബിൽ കയറി പറ്റുന്നു, അവരുമായി പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു. അത് നമ്മുടെ കഴിവ്, നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ കഴിവൊക്കെയാണത്. നമ്മുടെ അധ്യാപകരും അംഗനവാടി ടീച്ചർമാരൊക്കെ പഠിപ്പിച്ചു തന്ന നല്ല പാഠങ്ങൾ, നമ്മുടെ മാതാപിതാക്കളൊക്കെ പഠിപ്പിച്ച നല്ല പാഠങ്ങൾ നമ്മൾ സംശയിച്ച. എന്തായാലും വിദേശ യൂറോപ്പിൽ പോകുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു വേണം, അവരേറ്റവും കൂടുതൽ ചെക്ക് ചെയ്യും, നിങ്ങൾ കുട്ടികളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? 2, മുതിർന്ന ആളുകളെ ബഹുമാനിക്കുമോ? അവരെ ആദരിക്കുമോ? സമൂഹത്തിൽ മാന്യമായി പെരുമാറും? ഇതൊക്കെ അവർ ഇൻ്റർവ്യൂ നടന്നത്. അല്ലാതെ നിങ്ങളുടെ ടെക്നിക്കൽ ആസ്പെക്ട്സ് അവർക്കറിയാം, നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും അവർ പഠിപ്പിച്ചു തരും. ഇത് മുഴുവൻ സോഫ്റ്റ്വെയറിലാണല്ലോ ഈ പരിപാടി നമ്മൾ നടക്കുന്നത്. നമ്മൾ കഷ്ടപ്പെട്ടല്ല എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ടേ അത് പഠിച്ച് വലിയ ആളെയൊക്കെ മനസ്സിലാകും ഇതിൻ്റെ അകത്ത് വലിയ കാര്യമൊന്നുമില്ലെന്ന്. കാരണം ഇത് മുഴുവൻ സോഫ്റ്റ്വെയറിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം എന്താ, സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ ഗുഡ് മോർണിംഗ്, സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പം വലിയൊരു ടെക്നിക്കൽ സ്കിൽ അവിടെ ആവശ്യമില്ല. ഈ ടാക്സ് സംബന്ധമായ ഏത് വിഷയമാണ് അതെല്ലാം സിസ്റ്റം കയറി കവറപ്പ് ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ ഫുൾ സ്വിങ് വന്നാൽ പല ആശാന്മാരുടെയും ജോലി മാറേണ്ടി വരും. പഠിച്ചത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ബി കോഷ്യസ്. നമ്മളൊരു സമൂഹമായിട്ട് ചേർന്ന് നമ്മുടെ പറമ്പും വീടും ഒക്കെ ആയിട്ട് ചേർന്ന് ജീവിക്കാനും കൂടെ പഠിക്കണം. എപ്പോഴും അത്യാഡംബരവും അത്യാഹ്ലാദമുള്ള വേളകളുമായിരിക്കും ജീവിതത്തിലെന്ന് കരുതരുത്. എല്ലാം കരുതി ജീവിക്കണം. ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.